അലക്സാണ്ടർ ജേക്കബ് സാറിന് രണ്ടാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, രോഹിത്തെ അത് സാറ് ഇങ്ങനെ ആത്മാവിനെ വെച്ച് കേസ് കളിച്ച കഥ പബ്ലിക്കായിട്ട് പറഞ്ഞു. ഞാൻ എന്ത് പ്രശ്നമല്ല. ഞാൻ ചോദിച്ചു അങ്ങനെ ഇല്ലേ? അതൊക്കെ ഉണ്ട് രോഹിത്തെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇതേ കഥകള്, ഒരുപാട് കഥകള് ഞാൻ പറഞ്ഞല്ലോ, കാന്തല്ലൂർ സ്വാമിയെ കാണാൻ പോയി, സുനിൽ പരമേശ്വരന്റെ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ കാലിലെ മുറിപ്പാടുകൾ കാണിച്ചു തരിക. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മുറിവുകളാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കഥ പറഞ്ഞു, ഇന്റർവ്യൂ എടുത്തു. ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് കാന്തല്ലൂർ സ്വാമിയുടെ മാന്ത്രിക കഥകൾക്ക് വേണ്ടി. അതിന് ഞാൻ വീണ്ടും പോകുന്നുണ്ട്. ഞങ്ങളെ കാന്തല്ലൂരേക്ക് വിളിച്ചിട്ടുണ്ട്, നമ്മൾ പോകും. ഇപ്രാവശ്യം അവിടെ പോയത് അനന്തഭദ്രത്തിന്റെ കഥ കേൾക്കാനാണ് ഞാൻ പോയത്. അദ്ദേഹം കുറെ കഥകൾ പറഞ്ഞു ഇന്റർവ്യൂ. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു രാഹുലിന്റെ മുഖത്ത് നോക്കി കുറെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ രാഹുൽ കണ്ണൊക്കെ വീഴ്ച ഇങ്ങനെ നിൽക്കുക. രാഹുലിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, വീടിന്റെ ബാക്കിൽ കുളമുണ്ടെന്ന്, വലത്തെ സൈഡിൽ കാഞ്ഞിരമുണ്ടെന്ന്, വലിയ ബലവർഷം തരുന്നൊരു മാവുണ്ടായിരുന്നു, അതെവിടെയെന്ന് ചോദിക്കുന്നു. അവന്റെ വീട്ടില് അച്ഛന്റെ അമ്മൂമ്മയുടെയൊക്കെ പേരുകൾ പുള്ളി അങ്ങോട്ടേക്ക് ചോദിക്കുന്നു. എങ്ങനെയാ സാധിക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ ദിവ്യത്വമല്ലേ, അദ്ദേഹത്തിന്റെ കഴിവല്ലേ? ഇല്ല എന്ന് പറഞ്ഞങ്ങ് പോകാം. അപ്പൊ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണാത്തതൊന്നും നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട.